നമസ്കാരം. ചാമക്കാല ഡോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ വേടൻ്റെ ബലാത്സംഗത്തിനെ കുറിച്ചിട്ട് ഒരു ന്യൂസ് ഉണ്ട്. ബലാത്സംഗം എന്ന് പറഞ്ഞാൽ കുറേ ദിവസം മുന്നേ നടന്നിട്ടുള്ള സംഭവം വീണ്ടും ആരോ വേടൻ്റെ പേരിൽ കുത്തിപ്പൊക്കി വീണ്ടും ഒരു വിവാദത്തിലേക്ക് നീങ്ങുകയാണ് വേടൻ. കുറേ ദിവസമായിട്ട് വേടനെക്കുറിച്ച് ഒരറിവുണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയ ഒക്കെ മറ്റുള്ള രീതിയിൽ ഗോവിന്ദച്ചാമിനെയും മറ്റുള്ള ആൾക്കാരെയൊക്കെ വെച്ച് കുറച്ച് ദിവസം പോയി. ഇപ്പം ന്യൂസെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ വീണ്ടും വേടൻ്റെ ന്യൂസായിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയും അതുപോലെ മറ്റ് ചാനലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വേടൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു യുവ ഡോക്ടറെ പീഡിപ്പിച്ചതായിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പം ഇത്രയും ദിവസം ഈ ഡോക്ടർ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറേ ആയല്ലോ, ഇത്രയും ദിവസം ഈ ഡോക്ടർ എവിടെയായിരുന്നു? ഈ പരാതി കൊടുക്കാൻ പറ്റില്ലേ ഡോക്ടർക്ക്? അപ്പോൾ മനഃപൂർവ്വം ഇങ്ങനൊരു വലിയ കലാകാരനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമായിട്ടാണ് ഇപ്പം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർ. അതാണ് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് വേടനെ മറ്റേ ആനരെ കൊമ്പുകൊണ്ട് ലോക്കറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പിടിച്ചാത്തു. അത് കഴിഞ്ഞ് വേറെ വിവാദം. ഇപ്പം ഒന്നും കിട്ടാതെ ഇപ്പം രണ്ടാമത് ഒരു ബലാത്സംഗ കേസ്. ഇതൊക്കെ ആരാണിത് പടച്ചു വിടുന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങേര് ആർക്കും ഒരു ഉപദ്രവമില്ല, അത് പോകണല്ലേ. അപ്പം വെറുതെ അയാളെ മക്കെട്ട് കയറി ഒരു കലാകാരനല്ലോ ഒന്നില്ലെങ്കിൽ അയാളിങ്ങനെ വളർന്നു വരുന്ന കലാകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുക അതുള്ളതാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, സത്യം തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അമ്മയിൽ തന്നെ ഉണ്ടില്ലേ, അമ്മ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയവർ വരെ പുറത്താണ്. പക്ഷെ അതിലും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിയല്ലേ. അപ്പം ഇത് അമ്മയിൽ മാത്രമല്ല, ഈ മിമിക്രി സംഘടന ഉണ്ടല്ലോ അമ്മ, ഇതിനകത്ത് ഇതൊക്കെ തന്നെ സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തൻ വളർന്നു വരുന്നത് മറ്റൊരുത്തന് കണ്ടുകൂടാ. ഇത് തന്നെയാണ് എല്ലാ സംഘടനയിലും നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ തളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർക്കാർ ഇതിനിടയിലൊരു പുതിയൊരു സംഭവം രൂപീകരിച്ചതായിട്ട് പറഞ്ഞിട്ട് അതിനെപ്പറ്റിയൊരു വിവരമില്ല. പിന്നെ ഒരുപാട് സംഘടനകളുണ്ടല്ലോ, ഏത് എഴുത്തുകാരെ സംഘടന, പാട്ടുകാരെ സംഘടന, അതുപോലെ നടന്മാരെ സംഘടന, ഒരുപാട് സംഘടനയുണ്ട്. പക്ഷെ ഈ വേടൻ ഏത് സംഘടനയിലാണെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ അവൻ്റെ പേരിൽ ഒരു സംഘടനയും ഒരു ഇതിനും വരുന്നുമില്ല. അപ്പോൾ വേടൻ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ചോദ്യം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാളൊരു ചെറിയ വളരെ പ്രായം കുറഞ്ഞ ഒരു വ്യക്തി ഇത്രയും വലിയ ഫേമസ് ആയി കഴിഞ്ഞപ്പോൾ ആർക്കൊക്കെ പിടിക്കാതെ വന്നു. അതാവും അല്ലേ? അല്ല, എന്താ പറയുക, ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കണമെന്ന് കാലം തെളിയിക്കും. അതുതന്നെ. ഞാൻ വീഡിയോ എടുക്കാൻ സമയമില്ലാത്തവരാണ് ഈ നടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നത്. എത്ര കണ്ട് ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല സൗണ്ട്, എന്നാലും എന്നെക്കൊണ്ടാവുന്ന രൂപത്തിൽ ഇതൊക്കെ വല്ല പ്രതികരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേടനെക്കുറിച്ച് ഇനി പറയുകയാണെങ്കിൽ, വേടൻ്റെ പുതിയ പാട്ടുകളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങാൻ പോകണമെന്നുള്ളൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിറങ്ങുമ്പോഴേക്കും അടുത്ത പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇത് ചെയ്തിട്ടുള്ളതെന്ന്, അതും വേടൻ്റെ ക്രിയേറ്റിവിറ്റിയാണോ ഇത് എന്നൊന്നും നമുക്കറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വേടൻ്റെ പാട്ട് ഇറങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ഇങ്ങനൊരു അറസ്റ്റും ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതിൽ വേടൻ ഭയങ്കരമായിട്ട് ഫേമസ് ആയത്. ഒരു വർഷം മുമ്പ് വരെ വേടനെ ആരും അറിയില്ല. അത് വേറൊരു സത്യം. അപ്പം ഇതൊക്കെ പുള്ളിയുടെ സ്വയം നിർമ്മിതി കൂടിയാകാം, അതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ വേടൻ്റെ പേരിലുള്ള ഇങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ ആരോപിച്ചും കണ്ടിട്ട് വലിയൊരു വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത് വേടൻ തന്നെയാണോന്ന് നമുക്ക് സംശയമുണ്ടെന്നുള്ള കാര്യം തർക്കമില്ല. അപ്പോൾ എന്തായാലും ഇനി ഇറങ്ങാതിരിക്കുന്ന പാട്ടൊക്കെ വമ്പൻ ഹിറ്റാവട്ടെ. അപ്പോൾ എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.